നമസ്കാരം. ലൈവ് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് എത്തിയിട്ടുള്ളത് കടലുണ്ടിയിലാണ്. ഹരിത നിബിഡമായ വിവിധ ഇനം കണ്ടൽ കാടുകളെയും കാലാകാലങ്ങളിലായി വിരുന്നെത്തുന്ന ദേശാടന പക്ഷികളെയും പ്രകൃതി രമണീയമായ കടലുണ്ടി പുഴയുടെ ജൈവ വൈവിധ്യം അടുത്തറിയാനും വേണ്ടിയാണ് ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും കൂടെ തന്നെ വാ, നമുക്ക് ഒരുമിച്ച് യാത്ര ചെയ്യാം കടലുണ്ടി പുഴയുടെ മനോഹര സൗന്ദര്യത്തിലേക്ക്. ഒരു ചെറിയ കാര്യം കൂടെ, നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ആ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനലിലെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ തന്നെ കൂടിക്കും. ഇതുപോലെയുള്ള നിരവധിയായ വീഡിയോസ് നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. അപ്പോൾ വാ, ഒരുമിച്ച് പോവാം. മലപ്പുറം, കോഴിക്കോട് ജില്ലകളുടെ അതിർത്തിയായ കടലുണ്ടിയിൽ കടലുണ്ടിപ്പുഴ അറബിക്കടലിൽ ചേരുന്ന ഭാഗത്ത് ചെറിയ തുരുത്തുകളായി പരന്നു കിടക്കുന്നതാണ് ഈ പക്ഷി സങ്കേതം. മനോഹരമായ കണ്ടൽക്കാടിനകത്ത് വിവിധ ഇനം പക്ഷികളെയും പുഴയുടെ സൗന്ദര്യവും ആസ്വദിച്ചുകൊണ്ടുള്ള ബോട്ട് യാത്ര തന്നെയാണ് ഇവിടുത്തെ പ്രധാന ആകർഷണം. ബോട്ട് യാത്ര പ്രധാനമായും പ്രൈവറ്റ് കമ്പനികളാണ് നടത്തുന്നത്. സർക്കാർ വക ബോട്ടിനും സ്വകാര്യ ബോട്ടിനും ഒരേ നിരക്ക് തന്നെയാണ്. പ്രൈവറ്റ് കമ്പനികളിൽ ബോട്ട് യാത്രയ്ക്ക് പുറമെ വിവിധ നിരക്കുകളിൽ രുചികരമായ സീ ഫുഡ് പാക്കേജും സ്റ്റേ സൗകര്യവും ലഭ്യമാണ്. രാവിലെ 8 മണി മുതൽ വൈകുന്നേരം 5 മണി വരെയാണ് പ്രവേശനം അനുവദിച്ചിട്ടുള്ളത്. വൈകുന്നേരം 7 മണിക്ക് മുൻപ് പക്ഷി സങ്കേതത്തിൽ നിന്ന് പുറത്ത് കടക്കുകയും വേണം. ഉച്ച സമയത്ത് ഇവിടെ എത്തിയ ഞങ്ങൾ ഭക്ഷണം കഴിക്കാനായി തൊട്ടടുത്ത് കണ്ട തനിമ ഫുഡ് യൂണിറ്റിലാണ് കയറിയത്. വീടിനോട് ചേർന്ന് തന്നെ ഒരുക്കിയിട്ടുള്ള തീന്മേശയിൽ ഞങ്ങളെ ഞെട്ടിച്ചുകൊണ്ട് നിരന്നത് നിരവധിയായ രുചിയേറെ വിഭവങ്ങളാണ്. തോണിയാത്രയ്ക്കും ഭക്ഷണത്തിനും ഹോം സ്റ്റേക്കുമായി ഇവരെ ബന്ധപ്പെടാവുന്നതാണ്. ബോട്ട് യാത്ര ആരംഭിക്കുന്ന സ്ഥലത്തിന് തൊട്ടടുത്തായി തന്നെയാണ് ഇവരുടെ ഹോട്ടൽ സ്ഥിതി ചെയ്യുന്നത്. വയറും മനസ്സും നിറയ്ക്കുന്ന തനിമ എത്നിക് ഫുഡ് യൂണിറ്റ്. ഞാൻ ഉറപ്പു തരുന്നു, ഇവിടുത്തെ ഭക്ഷണത്തിൻ്റെ രുചി നിങ്ങളെ അമ്പരപ്പിച്ചേക്കാം. 8 പേർക്ക് യാത്ര ചെയ്യാവുന്ന ബോട്ടിന് 1000 രൂപയാണ് ഫീസായി നൽകേണ്ടത്. അതിപ്പോൾ 2 പേർ യാത്ര ചെയ്താലും 1000 രൂപ നൽകേണ്ടി വരും. എങ്കിലും 1ഉം 2ഉമായി വരുന്ന വിനോദസഞ്ചാരികളെ ചേർത്തുകൊണ്ട് 8 പേരടങ്ങുന്ന ഒരു സംഘമായി നമുക്ക് യാത്ര തുടരാവുന്നതാണ്. ബോട്ടിൽ കയറിയ ഉടനെ തന്നെ സേഫ്റ്റി ജാക്കറ്റുകൾ ധരിക്കേണ്ടതുണ്ട്. പ്രകൃതിക്ക് ഒരു ദോഷവും വരാത്ത രീതിയിൽ യന്ത്രവൽകൃത ബോട്ടുകൾക്ക് പകരം തുഴഞ്ഞ് നീങ്ങുന്ന ബോട്ടുകളാണ് ഇവിടെ വിനോദസഞ്ചാരത്തിനായി ഉപയോഗിക്കുന്നത്. കാണാൻ പോകുന്ന മനോഹരമായ കണ്ടൽക്കാടുകളുടെ കാഴ്ചകളിലേക്ക് ഞാനും എൻ്റെ പ്രിയ സുഹൃത്ത് കുഞ്ഞുവും പതിയെ സഞ്ചരിച്ചു തുടങ്ങുകയാണ്. ഞങ്ങൾ സഞ്ചരിച്ചിരുന്ന ബോട്ട് തുഴഞ്ഞിരുന്നത് ഇദ്ദേഹമായിരുന്നു. വിവിധ ഇനം കണ്ടലിനെക്കുറിച്ചും ഇവിടെ വിരുന്നെത്താറുള്ള ദേശാടന പക്ഷികളെക്കുറിച്ചും കടലുണ്ടിപ്പുഴയെക്കുറിച്ചും എന്തിനേറെ ഈ പ്രദേശത്തിൻ്റെ മുക്കും മൂലയും ഇദ്ദേഹത്തിന് മനഃപ്പാഠമാണ്. വളരെ വിശദമായി തന്നെ ഓരോ പ്രദേശത്തിൻ്റെ പ്രത്യേകതയെയും ജൈവ വൈവിധ്യത്തെക്കുറിച്ചും വളരെ വിശദമായി തന്നെ ഞങ്ങൾക്ക് പറഞ്ഞു തന്നു. നമ്മൾ ഈ വലതുഭാഗത്ത് കാണുന്നതാണ് കടലും പുഴയും കൂടി കൂടിച്ചേരുന്ന ഭാഗമാണിത്. കടലുണ്ടി അഴിമുഖമാണ്. ഇതിൻ്റെ ഓപ്പോസിറ്റ് ഭാഗത്താണ് ബേർഡ് സെഞ്ചുറി. 36ഓളം ഇനം ദേശാടന പക്ഷികൾ വന്നു പോകുന്നൊരു സ്ഥലമാണിത്. ചോരക്കാലി, പച്ചക്കാലി, മണൽക്കാട, തിരൽക്കാട, മംഗോളിയൻ മണൽക്കോഴി, ഫൈഡ ആവാസറ്റ്, 7 തരം ടയാനുകൾ, 3 തരം കടൽക്കാക്കകൾ, 2 തരം എരണ്ടകൾ, അങ്ങനെ 36ഓളം ഇനം പക്ഷികൾ ഇവിടെ വന്നു പോകുന്നുണ്ട്. പിന്നെ 8 തരം കണ്ടലുകളാണുള്ളത്. ചുള്ളിക്കണ്ടൽ, കുറ്റിക്കണ്ടൽ, പൂക്കണ്ടൽ, നക്ഷത്രക്കണ്ടൽ, കണ്ണാമ്പൊട്ടി, പ്രാന്തൻ കണ്ടൽ, ചെറിയ ഉപ്പട്ടി, വലിയ ഉപ്പട്ടി എന്ന് പറയും. പിന്നെ ഇതിൻ്റെ ഈ സൈഡിൽ തന്നെയാണ് റെയിൽവേ 2001 ട്രെയിൻ അപകടം നടന്നത്.
കടലുണ്ടി ട്രെയിൻ അപകടം 2001 ജൂൺ 22-ന് വൈകുന്നേരം 5:05-ന് മദ്രാസ് മെയിലിൻ്റെ 3 ബോഗി പാളം തെറ്റിയത്. 53 പേര് മരിച്ചു. മരണം 60ഓളം ഉണ്ട്. ഔദ്യോഗികമായിട്ടുള്ള കണക്ക് 53ആണ്. വേരുകൾ എന്ന് പറയും. അതുപോലെ ഇലക്ക് ഉപ്പിനെ ഫിൽറ്റർ ചെയ്യാനുള്ള കഴിവുണ്ട്. ഉപ്പും പൊടി വെതറിട്ടായിട്ടുണ്ടാവും. ഇല നല്ല ഉപ്പായിരിക്കും. അങ്ങനെ ഇതൊക്കെ ഇവിടെ ഉള്ളത് തന്നെ. അതിന്റെ വേര് മുളന്ന് താഴോട്ടാ. പിന്നെ പയറുണ്ടാവും. പ്രാന്തം കണ്ടൽ, ഇതിന്റെ പേര് പ്രാന്തം കണ്ടലാണ്. അതിന്റെ വേരുകളാണ് വിത്താണ്. ആ കാണുന്ന പയറുമാതിരി കാണുന്നത് വിത്ത്, ആ തൂങ്ങി കിടക്കുന്നത്. ഇത് കണ്ണൂരിന്നുണ്ടോന്ന് കുഴിച്ചിട്ട് വേര് മുളന്ന് താഴോട്ട്. അങ്ങനെയാണ്. കണ്ടില്ലേ? ഒരു 2 ഫുട്ട് കൂടി നനവ് കാണാമല്ലോ അതിന്റെ മുകളിൽ. അത്ര അതും കൂടി കയറും. 6 മണിക്കൂർ വേലിയേറ്റം. അങ്ങോട്ട് നോക്കി 2 സൈഡിലുണ്ട്. മുകളിലേക്ക് കണ്ടില്ല, അന്ന നിലയ്ക്ക് അതൊക്കെ അതിന്റെ വേരുകളാണ്.
പിന്നെ നമ്മളെ വിത്ത് ഓട്ടോമാറ്റിക്കായിട്ട് വീണിട്ട് മുളച്ചതാ. ലെഫ്റ്റ് കാണുന്ന സ്റ്റെപ്പൊക്കെ കണ്ടില്ല, അതിന്റെ വീണിട്ടുള്ള സ്റ്റെപ്പ് അതങ്ങനെ മുളച്ച് വരുന്നതാണ്, ഓട്ടോമാറ്റിക്കായിട്ട് വീഴുക. തക്കണം അരിവാൾ ചുണ്ടിന്റെ കൊക്ക് കൂടൊക്കെ നമ്മൾ ആ വെള്ളം കുടിച്ചില്ല കട, അതിന്റെ ബാക്കിൽ ഒരു മരം ഉണ്ട് ഇതുപോലെ, അതിന്റെ മുകളിലെ കൂട്. പൂവൊക്കെ കൊഴിഞ്ഞ് തീർന്നിക്കണം, അതാ ഒന്ന് കാണുന്നുണ്ട് അവിടെ. അതിന്റെ പേര് ചുള്ളിക്കണ്ടൽ. കംപ്ലീറ്റ് അല്ല, മുള്ളാണ്, മുള്ളുമായിട്ടല്ല. അതെ അതെ. അതാണ് പാലം, നടപ്പാലം. പഴയ നടപ്പാലം 10-50 വർഷമായിട്ടുണ്ടാവും. അതിന്റെ മുന്നേ ബോട്ടായിരുന്നു, കടവ് തോണിയായിരുന്നു അതിന്റെ മുന്നേ. അതെ, പണ്ട് റെയിൽവേ സ്റ്റേഷന്റെ ആ റെയിൽവേ പാലത്തിന് വന്നിട്ട് ഇതുള്ളായിരുന്നു വഴി. ആദ്യം ബോട്ടായിരുന്നു, അതിന്റെ ശേഷം പിന്നെ വന്നതാണ് ഈ പാലം. അത് നേരെ ഓപ്പോസിറ്റ് ഇപ്പം വന്ന പാലമുണ്ട്, അതിലെ ഇതുവരെ വരും, ഇവിടുന്ന് അങ്ങോട്ടില്ല. അതിപ്പോ ഒരു പഴയ വീട് ഹോം സ്റ്റേ ആക്കിയതാ. ആയിരത്തി 1997 അയ്യപ്പേട്ടൻ എന്ന വ്യക്തി കണ്ണൂരിൽ നിന്നും ഭ്രാന്തൻ കണ്ടൽ എന്നറിയപ്പെടുന്ന ഈ കണ്ടൽ ചെടിയുടെ വിത്ത് ഇവിടെ പാകിയത്. ഇന്നത് പടർന്ന് പന്തലിച്ച് വലിയ കണ്ടൽ കാടായി നിലകൊള്ളുന്നു. ഭാഗ്യത്തിന് ഞങ്ങളുടെ യാത്രയിൽ അയ്യപ്പേട്ടൻ എന്ന വ്യക്തിയെ നേരിട്ട് കാണാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു. നിങ്ങൾ ഭ്രാന്തൻ കണ്ടൽ എന്നാ കുഴിച്ചിട്ട് ഭ്രാന്തൻ കണ്ടൽ ഏത് കൊല്ലായി? 97 ആ. ചെറിയൊരു മരം കണ്ട്, അതാണ്. അതിന്റെ പേരാണ് കണ്ണാമ്പൊട്ടി. അതിന്റെ കറ കണ്ണിലായ കണ്ണു പോവും, കണ്ണാമ്പൊട്ടി അതിന്റെ പേര്. ഇതാണ് സാധനം, ഇതാണ്, അത്രേ ഉള്ളൂ.
വൈകുന്നേരമാകുന്നതോടെ തൊട്ടടുത്ത് തന്നെയുള്ള കടലുണ്ടി ബീച്ചിൽ നിന്നും സൂര്യാസ്തമയം കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ്. പക്ഷേ ഞങ്ങൾ ചെന്ന സമയം കാർമേഘങ്ങൾ മൂടിയിരിക്കുന്നത് കൊണ്ട് തന്നെ ആ ഒരു സൂര്യാസ്തമയത്തിൻ്റെ ഭംഗി ആസ്വദിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞില്ല. മറ്റു ബീച്ചുകളിൽ നിന്ന് വ്യത്യസ്തമായി ചെങ്കൽ പാറകളാണ് നിങ്ങളെ വരവേൽക്കുക. ശക്തമായ തിരകൾ പാറകളിൽ വന്നിടിച്ച് തകരുന്നത് കണ്ടു നിൽക്കാനും ഒരു രസം തന്നെയാണ്. വളരെ ചെറിയൊരു ബഡ്ജറ്റിൽ ഒരു ദിവസം ആനന്ദകരമാക്കാൻ ഏറ്റവും യോജിച്ച ഒരിടം തന്നെയാണ് കടലുണ്ടി. ബേർഡ് സാങ്ച്വറിയിൽ ബോട്ടിങ്ങിനായി വരുന്നവർ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. വേലിയേറ്റ സമയത്ത് കണ്ടൽക്കാടിനുള്ളിലേക്ക് വെള്ളം കയറുന്ന സമയത്ത് മാത്രമേ അതിനുള്ളിലൂടെ ബോട്ട് സവാരി സാധ്യമാവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മുടെ വീഡിയോക്കിടയിൽ നൽകിയിട്ടുള്ള കോൺടാക്റ്റ് നമ്പറിലോ അതല്ലെങ്കിൽ ലഭ്യമായ മറ്റു നമ്പറുകളിലോ വിളിച്ച് അന്വേഷിച്ചതിന് ശേഷം മാത്രം ബോട്ട് സവാരിക്കുള്ള സമയം തിരഞ്ഞെടുക്കുക. ബീച്ചിന് തൊട്ടടുത്തായുള്ള കടയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കല്ലുമ്മക്കായ നിറച്ചത് എനിക്ക് കാണാൻ പറ്റി. അത് കഴിച്ചതും സത്യം പറഞ്ഞാൽ എൻ്റെ കിളി പോയി. ഞാൻ ഇത്രയും കാലത്തിനിടയ്ക്ക് കഴിച്ച കല്ലുമ്മക്കായ നിറച്ചതിൽ ഏറ്റവും ടേസ്റ്റുള്ള കല്ലുമ്മക്കായ എന്ന് തന്നെ പറയാം. ഇതിൻ്റെ റെസിപ്പി എല്ലാം അവരോട് ചോദിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. നല്ല വലിയ കല്ലുമ്മക്കായ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീട്ടിലൊന്ന് പരീക്ഷിക്കണമെന്നൊരാഗ്രഹം എനിക്കുണ്ട്. നമ്മൾ കോഴിക്കോട് അപ്പോൾ കഴിച്ചായിരുന്നു. ഒരുപാട് പ്രാവശ്യം കഴിച്ചു. ഇത് അതൊന്നൊരു വെറൈറ്റി ടേസ്റ്റാണ്. സൂപ്പറാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടു. പിന്നെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് നമുക്ക് ആളോട് ചോദിച്ച് മനസ്സിലാക്കാം. നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റുന്നതാണ്. സൂപ്പർ ടേസ്റ്റാണ്. അടിപൊളി. ഇതുവരെ കഴിച്ചത് വെച്ചാൽ ഏറ്റവും നല്ല ലൈവ് മീഡിയ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസുകൾ എല്ലാവരും ലൈക്ക് ചെയ്യുക. ഓക്കെ. അപ്പോൾ കടലുണ്ടിയുടെ മഹാസൗന്ദര്യം നിങ്ങളെല്ലാവരും ആസ്വദിച്ചിരിക്കുമെന്ന് വിചാരിക്കുന്നു. പക്ഷി സങ്കേതം എന്നാണ് പേര് എങ്കിലും പക്ഷികളെ വളരെ അപൂർവമായി ഇവിടെ കാണാൻ കഴിയുന്നുള്ളൂ. ദേശാടന പക്ഷികൾക്ക് അതിൻ്റെതായ കൃത്യമായ സമയങ്ങളുണ്ട് ഇവിടെ എത്താൻ. ആ സമയത്ത് വീണ്ടും ഒരിക്കൽ കൂടി നമ്മൾ ഇവിടെ എത്തും എന്നുള്ള പ്രതീക്ഷയോടുകൂടി തൽക്കാലത്തേക്ക് കടലുണ്ടിയോട് വിട പറയുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ഒരു ലൈക്ക് തരാൻ മറക്കരുത്. അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനലിൽ വീഡിയോ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ തന്നെ കൂടുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി കാണുന്നവരെ തൽക്കാലത്തേക്ക് സൈൻ ഔട്ട് ചെയ്യുകയാണ് ഞാൻ ബഷീർ മൂർക്കനാട്. ബൈ.